നമുക്ക് നമ്മുടെ അക്വേറിയം ഒന്ന് അപ്ഡേറ്റ് ആക്കണം. അതിനായിട്ട് ഇന്ന് പെറ്റ് ഷോപ്പിൽ നിന്ന് പോയി. അപ്പോൾ അത്യാവശ്യം കുറച്ച് മീനുകളെ എടുക്കാന്ന് വിചാരിച്ചു. നമ്മുടെ അക്വേറിയം ചെറുതായതുകൊണ്ട് തന്നെ വലിയ മീനുകളൊന്നും എടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ കുഞ്ഞു മീനുകളെ നോക്കി തന്നെ എടുക്കണം. അതും റേറ്റിൽ നമ്മൾ ബഡ്ജറ്റിൽ നിൽക്കുന്ന മീനുകളും നോക്കണം. ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ ഒന്നുമല്ല, റേറ്റ് ഭയങ്കരമാണ് കേട്ടോ മീനുകളുടെ. ഈ കാണുന്ന ബീറ്റ ഫിഷ് ഒക്കെ ഏകദേശം 10 യൂറോ വരുന്നുണ്ട്. അതായത് നമ്മുടെ നാട്ടിൽ ഏകദേശം 1000 രൂപയാണ് ഈ ഒരു ബീറ്റ ഫിഷിന്റെ റേറ്റ് വരുന്നത്. കണ്ട ഫിഷിനെ ഒക്കെ എടുക്കാൻ തോന്നി കേട്ടോ. നല്ല അടിപൊളി ഏഞ്ചിൽ ഇവിടെ കിടപ്പുണ്ട്. പക്ഷേ റേറ്റ് കണ്ടപ്പോഴേക്കും വേണ്ടെന്ന് വെച്ചു. പേര് ഗപ്പിയും ടൈഗർ ബാബും എടുക്കാന്ന് വിചാരിച്ചു കേട്ടോ. അതേ ഞങ്ങൾ നേരെ പോയത് ബീച്ചിലോട്ടാണ് കേട്ടോ. കുറച്ച് കല്ലും മണ്ണും ഒക്കെ നമ്മുടെ അക്വേറിയത്തിന് ആവശ്യമുണ്ടായിരുന്നു. ഈ കിടക്കുന്ന സാധനങ്ങളൊക്കെ കിലോയ്ക്ക് ഇവിടെ 15 യൂറോ ഒക്കെയാണ് കേട്ടോ നമ്മൾ കൊടുക്കേണ്ടി വരുന്നത്. പിന്നെ നോക്കിയില്ല, കൊണ്ടുവന്ന കവറെടുത്ത് അവിടെ കണ്ട മണ്ണ് മൊത്തം വാരി കയറ്റി. നമ്മുടെ നാട്ടിലാണെങ്കിൽ മണ്ണ് കിട്ടാൻ എന്തെങ്കിലും പോലെ ഇവിടെ മണ്ണ് കിട്ടാൻ ഭയങ്കര പാടാണ് കേട്ടോ. നേരെ ബീച്ചിലോട്ട് തന്നെ വരേണ്ടി വന്നു. നല്ല ഭംഗിയായിട്ട് മണൽ കടത്തും കഴിഞ്ഞ് പോകുന്ന പോക്കാണ് കേട്ടോ. വീട്ടിൽ പോയ ഉടനെ തന്നെ നമ്മുടെ വാങ്ങിച്ച മീനിനെയൊക്കെ തുറന്നൊരു വലിയ പാത്രത്തിലോട്ട് വിട്ടു കേട്ടോ. ഇനി അടുത്ത പരിപാടി നമ്മുടെ ടാങ്ക് കിടക്കുന്ന മീനിനെ മൊത്തം ഇതിലോട്ട് പിടിച്ച് മാറ്റുക എന്നുള്ളതാണ്. കാരണം നമ്മൾ നല്ല മണ്ണൊക്കെ കൊണ്ടുവന്നിട്ടുള്ളൂ ടാങ്ക് ഡെക്കറേഷൻ ചെയ്യാനായിട്ട്. ഇതിനകത്ത് കിടക്കുന്നത് മൊത്തം ഗ്രാവൽസ് ആണ്. അത് മൊത്തം മാറ്റി കളഞ്ഞിട്ട് നമ്മുടെ മണ്ണ് വാരിയിട്ട് ഇതിനകത്ത് ഫുൾ സെറ്റ് ചെയ്യും. അതിനായി നമ്മൾ കൊണ്ടുവന്ന മണ്ണ് നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഇതിനകത്തോട്ട് തിരിച്ചു. കൊണ്ടുവന്ന ചെറിയ 2 കല്ലും അതിനകത്ത് സെറ്റ് ചെയ്തു കേട്ടോ. എന്നിട്ട് നമ്മൾ വെള്ളം ഇതിനകത്തോട്ട് നിറയ്ക്കാൻ പോകും. ഈ കാണുന്നത് നമ്മുടെ വെള്ളം നല്ല ക്ലിയർ ആയിട്ട് കിടക്കാനായിട്ട് സഹായിക്കുന്ന ഒരു സാധനമാണ്. അത് നമ്മൾ അതിനകത്തോട്ട് 2 തുള്ളി ഒഴിച്ചു. പിന്നെ നമ്മുടെ മീനിന് മൊത്തം അതിനുള്ളിലോട്ട് ഇറക്കി വിട്ടു കേട്ടോ. ഇപ്പം നമ്മുടെ ടാങ്ക് കാണുന്നത് ഇങ്ങനെയാണ് കേട്ടോ.